നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ന് കാണുന്നവരെ നാളെ കാണില്ല. ഇന്നൊരു പാർട്ടിയിലുള്ളവരെ നാളെ മറ്റൊരു പാർട്ടിയിൽ കാണും. രാഷ്ട്രീയമാണ്, സ്വാഭാവികമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചാട്ടമൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ടിരിക്കുന്ന കൂറുമാറ്റം CPM-ൽ നിന്നും കോൺഗ്രസിലേക്ക് നടൻ പ്രേംകുമാർ എത്തിയിരിക്കുകയാണ്. മാത്രമല്ല, കോൺഗ്രസിൻ്റെ പൊതുവേദികളിൽ പരിപാടികളിലൊക്കെ പ്രേംകുമാർ പങ്കെടുക്കുന്നു. അത്തരത്തിലൊരു പരിപാടിയിൽ പങ്കെടുത്ത് പറഞ്ഞ ചില കാര്യങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിരുകളില്ലാത്ത ആവിഷ്കാര സ്വാതന്ത്ര്യം ഉണ്ടാകണമെന്നും ഒരു ചട്ടക്കൂടിൽ ഒതുങ്ങാതെ അഭിപ്രായം പറയാനാകണമെന്നും നടൻ പ്രേംകുമാർ. തീർത്തും നമുക്കറിയാം എങ്ങനെയാണ് ഇടതുപക്ഷ സന്തത സഹചാരിയായിരുന്ന പ്രേംകുമാർ കോൺഗ്രസിലേക്ക് എത്തിയതെന്ന് നമുക്കറിയാവുന്നതാണ്. ഇത്രയും വർഷം അദ്ദേഹം ഇടതുപക്ഷത്തിനോടൊപ്പമായിരുന്നു. അപ്പോൾ ചില പ്രശ്നങ്ങളുണ്ടായി. ആ പ്രശ്നങ്ങളുടെ ഫലത്തിലാണ് കോൺഗ്രസിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും കോൺഗ്രസിലെത്തിയ പ്രേംകുമാർ എന്താണ് പറയുക എന്നത് ഏവരും ഉറ്റുനോക്കും. കോട്ടയത്ത് KPCC സംസ്കാര സാഹിതി സംഘടിപ്പിച്ച പരിപാടിയിൽ മുഖ്യ അതിഥിയായിട്ട് പങ്കെടുക്കുകയാണ് പ്രേംകുമാർ. അതിരുകളില്ലാത്ത ആവിഷ്കാര സ്വാതന്ത്ര്യം വേണം എന്നൊരു വാക്ക് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. CPM-മായി ഇടഞ്ഞ ശേഷം കോൺഗ്രസുമായി അടുക്കുകയാണ് പ്രേംകുമാർ. കോൺഗ്രസിന്റെ പൊതുവേദികളിൽ പങ്കെടുക്കുന്നു. കോൺഗ്രസിന് വേണ്ടി മത്സരിക്കുമെന്ന വാർത്തകൾ വരുന്നു. എന്തായാലും എന്തൊക്കെയാണ് പ്രേംകുമാർ പറഞ്ഞതെന്ന് നോക്കാം. എതിർ ശബ്ദങ്ങളെ നിശബ്ദമാക്കുന്നത് ഫാസിസത്തിന്റെ സ്വഭാവമാണ് എന്ന് പ്രേംകുമാർ പറഞ്ഞു. മനുഷ്യ സ്വാതന്ത്ര്യത്തിനു മേൽ കടന്നുകയറ്റം നടത്തുന്നതെല്ലാം ഫാസിസമാണ്. ഒന്നിച്ചു നിൽക്കുന്ന മനുഷ്യ സമൂഹത്തെ ഭിന്നിപ്പിക്കാൻ ചില ശക്തികളുടെ ശ്രമമുണ്ടെന്നും പ്രേംകുമാർ വ്യക്തമാക്കി. ജനാധിപത്യം ഇന്ന് അപകടകരമായ അവസ്ഥയിലാണ് എന്നാണ് പ്രേംകുമാർ പറയുന്നത്. രാഷ്ട്രീയ ഭൂരിപക്ഷം മാറി വർഗീയ ഭൂരിപക്ഷമായി മാറുന്നതാണ് ജനാധിപത്യം നേരിടാൻ പോകുന്ന അപജയമെന്നും അംബേദ്കർ പറഞ്ഞിട്ടുണ്ടെന്നും പ്രേംകുമാർ പറഞ്ഞു. മാത്രമല്ല, വർഗീയ ഭൂരിപക്ഷം രൂപപ്പെട്ടാൽ മാറ്റാൻ വലിയ ബുദ്ധിമുട്ടാണെന്നും വർഗീയ വികാരങ്ങൾ ഇടയ്ക്കൊന്ന് ആളിക്കത്തിച്ചാൽ മതി, അത് നിലനിൽക്കുമെന്നും പ്രേംകുമാറിൻ്റെ മുന്നറിയിപ്പ് എന്നോണം പ്രേംകുമാർ പറഞ്ഞിരിക്കുന്നു. വർഗീയതയ്ക്ക് എതിരെ ഒന്നിച്ചു നിന്ന് പോരാടാൻ കോൺഗ്രസും ഇടതുപക്ഷവും തയ്യാറാകണമെന്നും എന്തിനാണ് ഇങ്ങനെ വിഘടിച്ച് നിൽക്കുന്നതെന്നും പ്രേംകുമാറിൻ്റെ നിർണായകമായ ചോദ്യം. മാത്രമല്ല, കോൺഗ്രസിന്റെ സദസ്സിലുള്ളതിൽ കൂടുതൽ ആളുകൾ വേദിയിലുണ്ടെന്ന ആക്ഷേപം നിലനിൽക്കെ അക്കാര്യം പ്രേംകുമാർ ചൂണ്ടിക്കാട്ടുക കൂടി ചെയ്തിരിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പുതുയുഗ യാത്രയ്ക്കിടെ ഈ വേദിയിലുണ്ടായ ഉന്ത് തള്ള് സ്നേഹത്തള്ളലൊക്കെ നമ്മൾ കണ്ട കാഴ്ചയാണ്. അന്ന് മുതൽ വലിയ രീതിയിലുള്ള പരിഹാസങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതായത് കോൺഗ്രസിൻ്റെ സദസ്സിൽ ആൾ കുറവും വേദിയിൽ ആൾ കൂടുതലുമാണ് എന്ന തരത്തിലുള്ള പരിഹാസങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. അത് ഇടതുപക്ഷത്തിൽ നിന്നും അത്തരത്തിലുള്ള വിമർശനങ്ങളും ട്രോളുകളും ഒക്കെ നിറയുന്നുണ്ട്. അതിനിടയിലാണ് കോൺഗ്രസിലെത്തിയ പ്രേംകുമാർ ഇക്കാര്യം പരസ്യമായി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. KPCCയുടെ സംസ്കാര ഉത്സവ് 2026 പരിപാടിയിൽ പങ്കെടുക്കുകയാണ് പ്രേംകുമാർ ഇക്കാര്യം പറഞ്ഞത്. സദസ്സിലുള്ളതിൽ കൂടുതൽ ആളുകൾ വേദിയിലുണ്ടെന്നും കോൺഗ്രസ് അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണെന്നും പ്രേംകുമാറിന്റെ മുന്നറിയിപ്പ്. പക്ഷേ അത് നിങ്ങളുടെ സ്വാതന്ത്ര്യമാണെന്ന് കൂടി പ്രേംകുമാർ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. എന്തായാലും ഫാസിസത്തെക്കുറിച്ചും ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ചും വാചാലനായിരിക്കുകയാണ് പ്രേംകുമാർ. ഒരു വ്യക്തിക്ക് നിർഭയമായ അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യം ഉണ്ടാകണമെന്നും ദീർഘവീക്ഷണമുള്ള ലോക നേതാവ് നെഹ്റുവിനെ പോലെ അധികമില്ല നേതാക്കളെന്നും അദ്ദേഹം പറഞ്ഞു. ജനാധിപത്യം വെല്ലുവിളി നേരിടുന്നു. രാഷ്ട്രീയ ഭൂരിപക്ഷം ഉണ്ടാകുന്നത് ജനാധിപത്യത്തിന് ഗുണം ചെയ്യുമെന്നും പക്ഷേ വർഗീയ ഭൂരിപക്ഷം ഉണ്ടാകുന്നത് അപകടമാണെന്നും പ്രേംകുമാർ പറഞ്ഞു. അങ്ങനെയൊന്നുണ്ടായാൽ വേഗം മാറ്റാനാകില്ല. എഴുത്തുകാരന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം വെല്ലുവിളി നേരിടുന്ന കാലമാണിതെന്നും അതാണ് ഫാസിസത്തിന്റെ ലക്ഷണമെന്നും അത് ആര് നടത്തിയാലും പ്രശ്നമാണെന്നും പ്രേംകുമാർ പറഞ്ഞു. എന്തായാലും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലുമായി കഴിഞ്ഞ ദിവസം പ്രേംകുമാർ ഫോണിൽ സംസാരിച്ചിരുന്നു. ഇതിനുശേഷമാണ് കോട്ടയത്തെ കോൺഗ്രസ് പരിപാടിയിൽ പങ്കെടുക്കാൻ പ്രേംകുമാർ എത്തിയത്. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പ്രേംകുമാർ കോൺഗ്രസുമായി സഹകരിക്കും അല്ലെങ്കിൽ മത്സരിക്കും, കോൺഗ്രസിന് വേണ്ടി മത്സര രംഗത്ത് ഇറങ്ങുമെന്നതടക്കമുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട്. തിരുവനന്തപുരത്തെ ചില മണ്ഡലങ്ങളിൽ പ്രേംകുമാറിന്റെ പേര് ഉയർന്നിട്ടുണ്ട്. പക്ഷേ സ്ഥാനാർത്ഥിയാക്കുന്ന കാര്യം ചർച്ചയായിട്ടില്ല എന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ പറയുന്നത്. UDF അധികാരത്തിലെത്തിയാൽ ബോർഡ് കോർപ്പറേഷൻ തലത്തിലുള്ള പദവി നൽകും എന്നതടക്കമുള്ള അഭ്യൂഹങ്ങളും വരുന്നുണ്ട്. ഇടതുപക്ഷവുമായി അദ്ദേഹം അകന്നിരുന്നു. ചില അഭിപ്രായ ഭിന്നതകളൊക്കെ ഉണ്ടായി. അത് അസ്വാരസ്യങ്ങളൊക്കെ പുറത്തു വന്നു. കഴിഞ്ഞ ദിവസങ്ങൾ അത് പൂർണ്ണമായും പുറത്തു വരികയുണ്ടായി. പ്രേംകുമാറിനെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കഴക്കൂട്ടത്ത് നിന്ന് മത്സരിപ്പിക്കുന്നത് സംബന്ധിച്ച് കോൺഗ്രസിൽ ആലോചന നടക്കുന്നുണ്ടെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. പാർട്ടി പ്രവേശനം സംബന്ധിച്ച് പ്രേംകുമാർ തീരുമാനമെടുത്തതിന് ശേഷം തുടർ നടപടികൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. KC വേണുഗോപാലുമായി പ്രേംകുമാർ കഴിഞ്ഞ ദിവസം ഫോണിൽ സംസാരിച്ചു. പ്രേംകുമാർ കോൺഗ്രസുമായി സഹകരിച്ചേക്കുമെന്ന സൂചനകൾ പുറത്തു വരുന്നതിന് പിന്നാലെയാണ് ഇരുവരും ഫോണിലൂടെ സംസാരിച്ചത്. നമുക്കറിയാം എന്താണ് ഇടതുപക്ഷവുമായി പ്രേംകുമാറിന്റെ പ്രശ്നം. ചലച്ചിത്ര അക്കാദമി ചെയർമാനായിരുന്നു
പ്രേംകുമാർ അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് ഒരു വാക്ക് പോലും പറയാതെ മാറ്റിയതിൽ അതൃപ്തി പരസ്യമാക്കി അദ്ദേഹം രംഗത്ത് വന്നിരുന്നു. ഫേസ്ബുക്കിൽ എഴുതിയ കുറിപ്പിലായിരുന്നു പ്രേംകുമാർ അതൃപ്തി പരസ്യമാക്കിയത്. തുടർ ഭരണം വേണ്ടെന്ന് പറഞ്ഞ് സർക്കാരിനെ വിമർശിച്ച കവി സച്ചിദാനന്ദനെ സാഹിത്യ അക്കാദമി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കാതിരിക്കുകയും തന്നെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നീക്കിയതും ഇരട്ട നീതിയെന്നായിരുന്നു പ്രേംകുമാറിന്റെ പ്രതികരണം. തനിക്കില്ലാത്ത എന്തോ അത്ഭുത സിദ്ധി സച്ചിദാനന്ദനുണ്ടെന്ന് പരിഹസിച്ച പ്രേംകുമാർ ചലച്ചിത്രമേളയുടെ സിനിമാ അവാർഡ് നിർണയത്തിന്റെ ഒരുക്കങ്ങൾക്കിടെ ഒരു വാക്കുപോലും പറയാതെയാണ് മാറ്റിയതെന്നും പറഞ്ഞിരുന്നു. സംഭവം വിവാദമായതോടെ പ്രേംകുമാർ കോൺഗ്രസിലാണ് അഭ്യൂഹം ഉയരുകയും ഇതിനിടെ അനുനയ നീക്കവുമായി മുതിർന്ന CPM നേതാവും MLA-യുമായ കടകംപള്ളി സുരേന്ദ്രൻ പ്രേംകുമാറിനെ കാണാൻ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി. എന്നാൽ കാണാൻ കഴിഞ്ഞില്ല. ഇതിനിടെയാണ് പ്രേംകുമാർ കോൺഗ്രസ് വേദിയിൽ എത്തിയിരിക്കുന്നത്. മാത്രമല്ല താനൊരു കോൺഗ്രസ് കുടുംബത്തിലെ അംഗമാണെന്നത് സത്യമാണെന്നും CPM സഹയാത്രികരായിരുന്നെങ്കിലും ഒരിക്കലും CPM മെമ്പർ ആയിരുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. കോൺഗ്രസിലേക്ക് പോകുമെന്ന വാർത്തകൾ വന്നപ്പോഴായിരുന്നു ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയത്. പിന്നാലെ കോൺഗ്രസ് വേദിയിൽ അദ്ദേഹം എത്തിയിരിക്കുന്നു. വേറെ ഒരു പാർട്ടിയിലും മെമ്പർഷിപ്പ് താൻ എടുത്തിട്ടില്ല. അച്ഛൻ ഇലക്ട്രിസിറ്റി ബോർഡിൽ ജീവനക്കാരനായിരുന്നു. ഉമ്മൻചാണ്ടി KSEB-യിലെ INTUC യൂണിയന്റെ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ പ്രധാന ഭാരവാഹിയായിരുന്നു തന്റെ പിതാവ്. കുടുംബം മുഴുവൻ കോൺഗ്രസുകാരാണ്. ചെമ്പഴന്തി SN കോളേജിൽ KSUവിന്റെ ആർട്സ് ക്ലബ് ഭാരവാഹിയായി മത്സരിച്ചിട്ടുള്ള വ്യക്തിയാണ് താൻ. ഫാസിസത്തിനെതിരെ വിമർശനാത്മക സമീപനമാണ് താൻ സ്വീകരിച്ചത്. ഇക്കാലയളവിൽ ദേശാഭിമാനി ലേഖനങ്ങൾ അച്ചടിച്ചു വന്നിട്ടുണ്ട്. ഈ പരിഗണനയിലാകാം അക്കാദമി വൈസ് ചെയർമാൻ സ്ഥാനം ഏറ്റെടുക്കാൻ കോടിയേരി ആവശ്യപ്പെട്ടതെന്നും പ്രേംകുമാർ പറഞ്ഞു. സ്ഥാനം നേടി ഒരിക്കലും ഒരിടത്തും താൻ പോയിട്ടില്ല. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ചട്ടക്കൂടിൽ നിന്ന് പ്രവർത്തിക്കുന്ന ആളല്ല താൻ. എവിടെയായാലും അഭിപ്രായം നിർഭയമായും സ്വതന്ത്രമായും പറയണമെന്നതാണ് നിലപാട്. എങ്ങോട്ടെങ്കിലും പോകാൻ വേണ്ടി നിൽക്കുന്നയാളല്ല. മുൻകൂട്ടി തീരുമാനിച്ച ജീവിതത്തെ സമീപിക്കുന്നയാളുമല്ല. വിചാരിച്ചതും ആഗ്രഹിച്ചതുമല്ല തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. ഇതിനെല്ലാം അതീതമായി ഉറച്ച ദൈവവിശ്വാസിയാണെന്നും അദ്ദേഹം പറഞ്ഞു. എന്തായാലും ഈ ഒരു പോരാട്ടം, അതായത് ഭരണസമിതിയുടെ കാലാവധി കഴിഞ്ഞതുകൊണ്ടാണ് ചലച്ചിത്ര അക്കാദമി ചെയർമാനെ മാറ്റിയതെന്ന മന്ത്രി സജി ചെറിയാൻ്റെ പരാമർശം നമുക്കറിയാം. തന്നോട് പറയാതെയാണ് തന്നെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയതെന്ന് പ്രേംകുമാർ പറയുന്നു. പിന്നാലെ അതിന് മറുപടിയുമായി മന്ത്രി സജി ചെറിയാൻ രംഗത്ത് വന്നിരുന്നു. മന്ത്രി നൽകിയ വിശദീകരണത്തിന് പ്രേംകുമാർ മറുപടി നൽകിയിട്ടുണ്ട്. സമയപരിധി ചലച്ചിത്ര അക്കാദമിക്ക് മാത്രമാണ് ബാധകമെന്നും സാഹിത്യ അക്കാദമിയുടെയും സംഗീത നാടക അക്കാദമിയുടെയും ഭാരവാഹിത്വം കാലാവധി കഴിഞ്ഞിട്ട് എത്രയായെന്നും പ്രേംകുമാർ ചോദിച്ചു. ഇതൊക്കെ സ്വാഭാവികമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്നവരുണ്ടാകും. പക്ഷേ തനിക്ക് വിശ്വസിക്കാൻ പ്രയാസമുണ്ട്. IFFK-യുടെ ഒരുക്കങ്ങളും സംസ്ഥാന ചലച്ചിത്ര അവാർഡിന്റെ നിർണായ ജോലികളും ജൂറി നിർണയ നടപടിയും സിനിമ നയരൂപീകരണ ജോലികളും സിനിമാ കോൺക്ലേവിന്റെ പ്രവർത്തനങ്ങളുമായി വളരെ തിരക്ക് പിടിച്ച ജോലികളായിരുന്നു താൻ. ഇതിനിടയിലാണ് സംസ്ഥാന അവാർഡ് നിർണയത്തിന്റെ തലേ ദിവസം അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് താൻ പുറത്തായത്. അവാർഡ് പ്രഖ്യാപനം തിരക്കിട്ട് തിരുവനന്തപുരത്ത് നിന്ന് തൃശ്ശൂരിലേക്ക് മാറ്റി. തന്നെ മാറ്റാൻ എന്ത് അടിയന്തര സാഹചര്യമാണ് ഉള്ളതെന്നതിൽ ആശാസമരത്തിൽ അഭിപ്രായമല്ലാതെ മറ്റൊന്നും കാണുന്നില്ല എന്നും പ്രേംകുമാർ പറഞ്ഞു. അതിനിടെ പ്രേംകുമാറിനെതിരെ വലിയ രീതിയിലുള്ള ഒരു പരിഹാസം അല്ലെങ്കിൽ ഒരു വിമർശനം ഇടത് നിരീക്ഷകൻ പ്രേംകുമാർ നടത്തിയിരുന്നു. അന്നൊരു ലൂക്കോസ്, അതായത് റെജി ലൂക്കോസ് പരിവാറിൽ പോയപ്പോൾ ട്രോൾ മുഴുവൻ നമ്മൾക്കായിരുന്നെന്നും ഇനിയിപ്പോൾ ഈ ചങ്ങാതിൻ്റെ പേര് തന്നെ ഒന്നാണല്ലോ മുത്തപ്പ എന്നും പരിഹാസ രൂപേണ പ്രേംകുമാർ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു. അടുത്ത വട്ടം കോൺഗ്രസ് വരട്ടെ എന്ന് പറഞ്ഞ സച്ചി മാഷിനെ അക്കാദമിയിൽ നിന്ന് പുറത്താക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് അത്രേ പുള്ളിക്കാരൻ കോൺഗ്രസിൽ ചേരുന്നത്. ന്യായം എന്തായാലും കലക്കിയിട്ടോ. സിനിമയിലെ അല്ലാത്ത പ്രേംകുമാർ. ഇടത് നിരീക്ഷകൻ പ്രേംകുമാറിൻ്റെ ഈ പരിഹാസവും ഏറെ ശ്രദ്ധേയമായിരുന്നു. എന്തായാലും പ്രേംകുമാർ കോൺഗ്രസ് വേദിയിലേക്ക് എത്തിയിരിക്കുന്നു. അവിടെ എത്തി തൻ്റെ അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ട്. മാത്രമല്ല ഇനി മത്സര രംഗത്തുണ്ടാകുമോ, മത്സര സാധ്യത തള്ളാതെ പ്രേംകുമാർ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ എന്ന ചോദ്യത്തിന് നാളെ എന്ത് സംഭവിക്കുമെന്ന് പറയാൻ കഴിയില്ല എന്നായിരുന്നു പ്രേംകുമാറിൻ്റെ മറുപടി. നിലവിൽ ഒരു ചർച്ചയും നടന്നിട്ടില്ല, ഒരു ഓഫറും കിട്ടിയിട്ടില്ല. ഇപ്പോൾ പ്രചരിക്കുന്നത് വാർത്തകൾ മാത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം കോൺഗ്രസിൽ വിസ്മയങ്ങൾ സംഭവിക്കുമെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇതിനിടയിൽ പാർട്ടികളിൽ നിന്ന് കോൺഗ്രസിലേക്ക് ഒരുപാട് വ്യക്തികൾ എത്തുന്നു. ഈ ഇടയ്ക്ക് നടനും അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയുടെ വൈസ് പ്രസിഡന്റുമായ ജയൻ ചേർത്തല കോൺഗ്രസിലേക്ക് വരുമെന്ന വാർത്തയുണ്ടായിരുന്നു. എന്തായാലും വിസ്മയങ്ങൾ സംഭവിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.